ഹലോ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷമൊക്കെ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലൊരു കൊത്തു പൊറാട്ട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ? അതിനിവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 3 പൊറാട്ട ഇതുപോലെ ചെറുതായി പിച്ചിയിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 2 സവാള ചെറുതായി കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേവിച്ച് വെച്ച ബീഫും ചെറുതായി പിച്ചി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 2 കോഴിമുട്ട അതും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് ചൂടാവുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടാവുന്ന ടൈമിൽ അതിലോട്ട് സവാള ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ പാൻ എടുക്കുമ്പോൾ ഒരു പഴയ പാൻ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഉടയുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവ് വേണ്ടവർക്ക് ഇതിൽ പച്ചമുളകും മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കണില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതല്ലേ, അപ്പോൾ എരിവ് അധികം ഇഷ്ടമല്ല കുട്ടികൾക്ക്, അതുകൊണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കണില്ല. ഇനി ഇതിലോട്ടൊരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ ഇത് കിട്ടുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്, അടിപൊളിയാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അത്ര വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ. ഇനി ഇതിലോട്ട് ഞാൻ പിച്ചി വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കനാണെങ്കിൽ അതിട്ട് കൊടുക്കുക, മട്ടനാണെങ്കിൽ അതിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ബീഫാണുള്ളത്, അതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മളിതാ പിച്ചി വെച്ച പൊറാട്ട കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പൊറാട്ട ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പാന എടുത്തത് കാരണം അത് 4 പുറമൊക്കെ തെറിച്ച് പോവുകയാണ് ഇളക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വലിയ ചട്ടി തന്നെ എടുക്കാൻ നോക്കുക. ഒരു പത്തിരിച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മൾ പൊറാട്ടയൊക്കെ ചുടുന്ന പൊറാട്ടക്കല്ലോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. ചെറിയ പാനാവുകൊണ്ട് നല്ലോണം ഇളക്കാൻ പറ്റുന്നില്ല. ഇനി ഇതിലോട്ട് പൊട്ടിച്ച് വെച്ച നമ്മൾ കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ചേർത്ത് കൊടുത്ത് 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം നമുക്ക് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കോഴിമുട്ടയൊക്കെ പൊറാട്ടയായിട്ട് നല്ലോണം മിക്സായ ശേഷം നമുക്കൊരു വക്ക് മൂർച്ചയുള്ളൊരു സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇത് നല്ലോണം കൊത്തി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊത്തി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാനിലൊക്കെ വര വീഴാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഒരു പഴയ പാൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വക്ക് മൂർച്ചയുള്ളൊരു സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ശക്തിയായിട്ട് ഇതുപോലെ തന്നെ നല്ലോണം അങ്ങനെ കൊത്തി കൊടുക്കുക. നമ്മൾ എത്രത്തോളം ഇത് കൊത്തി കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ കൊത്തു പൊറാട്ട ടേസ്റ്റ് കൂടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കൊത്തു പൊറാട്ട എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ നല്ല ശക്തിയോടെ തന്നെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് നേരമാണ് കൊത്തി കൊടുത്തിട്ടുള്ളത്. ഞാനത് നല്ലോണം പിച്ചിട്ടിട്ടാണല്ലോ ആദ്യം തന്നെ പൊറാട്ട ഇട്ടിട്ടുള്ളത്, അത് കാരണം. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി നല്ലോണം ഇത് കൊത്തി കൊടുക്കാം. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവം എന്ന് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ തന്നെ പറ്റില്ല, അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയാവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇപ്പം ഞാനിവിടെ കൊത്ത് ഒക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി ചട്ടുകം വെച്ച് തന്നെ നല്ലോണം ഇത് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് അടിപൊളിയാണ് സംഭവമെന്ന്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓണാക്കി കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.